ഹലോ ഫ്രണ്ട്സ്, 3 ബിഗ് മലയാളം ചിത്രങ്ങളുടെ അപ്ഡേറ്റുകളാണുള്ളത്. അതിലേക്ക് കടക്കും മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ വീഡിയോ മുഴുവനും കണ്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് രേഖപ്പെടുത്താനും. മലയാളത്തിൽ നിന്നും ഏറെ ഫാൻ ബൈസ് ഉള്ള ഒരു കോമഡി ചിത്രമാണ് ആട്. ജയസൂര്യ കേന്ദ്ര കഥാപാത്രമായി എത്തിയ ആട് തിയേറ്ററുകളിൽ വൻ ഹിറ്റായി മാറുകയും ചെയ്തു. ആദ്യ ഭാഗം ഇറങ്ങുന്നത് 2015-ലാണ്. ആ ചിത്രം ബോക്സ് ഓഫീസിൽ വേണ്ടത്ര ചലനം സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ DVD റിലീസിന് ശേഷം ആട് ഒരു തരംഗമായി മാറി. അങ്ങനെ 2018-ൽ ആട് 2 ഇറങ്ങി. അത് തിയേറ്ററുകളിൽ ഒരു ഓളം തന്നെ സൃഷ്ടിച്ചു. മികച്ച കോമഡി ചിത്രമായി മലയാള സിനിമാ പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. ഇപ്പോൾ 2025-ൽ ആടിന്റെ 3-ാം ഭാഗം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ. ഡയറക്ടർ മിഥുൻ മാനുവൽ തന്നെയാണ്. പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫിലിം ഹൗസിന്റെ ബാനറിൽ വിജയ് ബാബു തന്നെയാണ്. മികച്ച ഒരു കോമഡി ചിത്രത്തിനായി നമുക്ക് കാത്തിരിക്കാം. ആട് 2 ഇറങ്ങുന്നത് ഒരു പക്ക കോമഡി ചിത്രമായിട്ടല്ല, കഴിഞ്ഞ ഭാഗത്തേക്കാൾ കുറച്ചുകൂടി വലുതായിട്ടാണ് ചിത്രം ഒരുങ്ങുന്നത്. ഒരു ബിഗ് ബജറ്റിലാണ് ചിത്രം അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. കോമഡിക്ക് പ്രാധാന്യം നൽകി ഒരു ഫാന്റസി ടൈപ്പിലേക്കുള്ള ചിത്രമായിരിക്കും ആട് 3 എന്നാണ് അറിയാൻ കഴിയുന്നത്. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഈ വർഷം തന്നെ ആരംഭിക്കും. മ്യൂസിക് കൈകാര്യം ചെയ്യുന്നത് ഷാൻ റഹ്മാനാണ്. സിനിമാറ്റോഗ്രാഫി വിഷ്ണു നാരായണൻ, എഡിറ്റിംഗ് ലിജോ പോൾ. ഇവരൊക്കെ കഴിഞ്ഞ സെക്ഷനിലും ആടിന്റെ ഭാഗമായിട്ടുള്ളവരാണ്. കഴിഞ്ഞ 2 ഭാഗങ്ങളിലും വമ്പൻ താരനിര തന്നെയാണ് അണിനിരുന്നത്. വിനായകൻ, സണ്ണി വെയിൻ, ഷൈജു കുറുപ്പ്, ഇന്ദ്രൻസ്, ധർമ്മരാജൻ ബോൾക്കാട്ടി, ഭഗത് മേനുവൽ, രഞ്ജി പണിക്കർ, സാന്ദ്ര തോമസ്, ചെമ്പൻ വിനോദ് ജോസ്, വിജയ് ബാബു, ബൈജു, ആൻസൺ ബോൾ, സൗദി കോപ്പ, മാമുക്കോയ, സേതുലക്ഷ്മി, ആതിര പട്ടേൽ എന്നിവരായിരുന്നു. ആട് 3-ലും ഇവരൊക്കെ അണിനിരക്കുമെന്ന് തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്നാൽ മാമുക്കോയ മരണപ്പെട്ടതിനാൽ അദ്ദേഹത്തിന് പകരം ഏത് ആക്ടറാണ് ഉണ്ടാവുക എന്ന് നമുക്ക് കണ്ടറിയാം. എന്തായാലും കാസ്റ്റിംഗ് വലുതാവുകയല്ലാതെ ഒരിക്കലും ആളുകളുടെ എണ്ണം കുറയാൻ സാധ്യതയില്ല. ബിഗ് ക്യാൻവാസിലാണ് ചിത്രം ഒരുങ്ങുന്നത്. മിഥുൻ മാനുവൽ അറിയിച്ചത് ചിത്രത്തിന്റെ ജേണലിൽ തന്നെ വ്യത്യാസമുണ്ടാകുമെന്നാണ്. നമുക്ക് ഈ ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കാം. മലയാള സിനിമയിലെ ഹിറ്റ് കോംബോ വീണ്ടും ഒന്നിക്കുന്നു. അത് മോഹൻലാലും സത്യൻ അന്തിക്കാടും തന്നെ. ഇരുവരും മുൻകാലം അഭിനയിച്ച എല്ലാ ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ വൻ ഹിറ്റായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മലയാള സിനിമാ പ്രേക്ഷകർ ഏറെ ആകാംക്ഷയിലാണ്. മലയാളത്തിന് ഒരു ഫീൽ ഗുഡ് കുടുംബ ചിത്രം ലഭിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഹൃദയപൂർവ്വം എന്നാണ് ചിത്രത്തിന്റെ പേരിട്ടിരിക്കുന്നത്. മാസങ്ങൾക്ക് മുന്നേ ചിത്രത്തിന്റെ പേര് അനൗൺസ് ചെയ്തിരുന്നു. ചിത്രത്തെ സ്ക്രിപ്റ്റ് കൈകാര്യം ചെയ്യുന്നത് സോനു ടിപ്പയാണ്. DOP അനു മുത്തേടത്ത്. മ്യൂസിക് കൈകാര്യം ചെയ്യുന്നത് ജസ്റ്റിൻ പ്രഭാകരനാണ്. ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഫെബ്രുവരി 2nd വീക്കിൽ ആരംഭിക്കും. മാളവിക മേനോൻ, ഐശ്വര്യ ലക്ഷ്മി എന്നിവരും ഈ ചിത്രത്തിന്റെ ഭാഗമാകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾ ഈ ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ? എമ്പുരാൻ എന്ന ചിത്രത്തിന് ശേഷം മലയാള സിനിമാ പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന ചിത്രമാണ് ബിഗ് MMN മൂവി. മഹേഷ് നാരായണന്റെ സംവിധാനത്തിൽ മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയാണ് ഇതിനെ ഇത്രമാത്രം ഹൈലൈറ്റ് ആക്കുന്നത്. മമ്മൂട്ടിയോടൊപ്പം ഫഹദ് ഫാസിലും കുഞ്ചാക്കോ ബോബനും ഈ ചിത്രത്തിലുണ്ട്. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങി കുറച്ചു നാളുകളായി. ആദ്യ ഷെഡ്യൂൾ ശ്രീലങ്കയിലായിരുന്നു. പിന്നെ ദുബായ്, അസർബൈജാൻ എന്നീ ഷൂട്ടിംഗ് ലൊക്കേഷനുകൾ കഴിഞ്ഞ് ഇപ്പോൾ കേരളത്തിലാണ് ഷൂട്ടിംഗ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. മോഹൻലാൽ ആദ്യ ഷെഡ്യൂളിന്റെ ഭാഗമായിരുന്നു. അതിനുശേഷം മോഹൻലാലിന്റെ ഷെഡ്യൂൾ ഇതുവരെ വന്നിട്ടില്ല. മമ്മൂട്ടിയുമായുള്ള ഷെഡ്യൂളാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നയൻതാരയും ചിത്രത്തിന്റെ ഭാഗമായിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. മലയാള സിനിമാ പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് ഈ ചിത്രത്തിന്റെ അപ്ഡേഷന് വേണ്ടി.